അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മെക്സവനും കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയും. അതുമായി ബന്ധപ്പെട്ട് ഏഷ്യനെറ്റ് ചാനലിൽ ഒരു ഡിബേറ്റ് നടന്നു. അതിൽ ആലപ്പുഴ അൻസാർ സുഹരി ഉസ്താദും പങ്കെടുത്തു. അദ്ദേഹം ഇസ്ലാമിൻ്റെ ആശയങ്ങളൊക്കെ അതിൻ്റെ വക്താവെന്ന നിലയിൽ പറഞ്ഞു. ഇത് കേട്ടും ഇത് കണ്ടും കുരുപൊട്ടിയിരിക്കുന്നത് ഒരു മുസ്ലിം പേരുള്ള സംഖ്യക്കാണ്. കൂരൻ ഊഴിയിടുന്നത് പോലെ ആളിങ്ങനെ ആക്രോശിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ വിലപിക്കുന്നത് കണ്ടു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സംസാരിക്കാം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ വ്യക്തിയൊക്കെ എന്ത് തേങ്ങയാ ഈ വിളിച്ച് പറയുന്നത്? ഇവരൊക്കെ ആരാണ്? സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഇവരൊക്കെ പോക്കറ്റിൽ വെച്ചു കൊടുത്തത്? അല്ല, ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സംഘടനകളിലൊന്നും നിലവാരമുള്ള ഒരൊറ്റ ഒരുത്തനുമില്ലേ? നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട്. പല വിഷയങ്ങള്, പല കാര്യങ്ങള്, നമ്മൾ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട്. ഇത്രയും നിലവാരമില്ലാത്ത ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു ചർച്ച ഞാൻ ഏതായാലും ആദ്യമായിട്ട് കാണുക. നിങ്ങൾ കണ്ടില്ലേ? ഏഷ്യാനെറ്റിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകനാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലും എടാ എന്നൊക്കെയാ വിളിക്കുന്നത്. അതെന്ത് സംസ്കാരം? അതുകൊണ്ട് അപ്പോ സുഹരി ഉസ്താദ് എന്ത് തേങ്ങയാ പറയുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. താങ്കൾ എന്തു ഊളയാണ്? താങ്കൾക്ക് ആരാണ് മുസ്ലിങ്ങളുടെ അട്ടിപ്പേരവകാശം നൽകിയത്? മഹാനായ ജിഫ്രി തങ്ങൾക്കും അതുപോലെ കാന്തപുരം ഉസ്താദിനും അതുപോലെയുള്ള മഹാപണ്ഡിതന്മാർക്കൊക്കെ അവർ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25, 28 നൽകുന്ന മൗലിക അവകാശമാണ് ഇന്ത്യൻ മതസ്വാതന്ത്ര്യം. അത് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അതുമാത്രമല്ല, അത് ഒരാളെയും അടിച്ചേൽപ്പിക്കുന്നതുമല്ലല്ലോ. ഒരാളെയും അടിച്ചേൽപ്പിക്കുന്നതും അല്ല. തൻ്റെ അനുയായികളോടാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അത് പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് ഇത്രത്തോളം അങ്ങ് ടെൻഷൻ കൂടി പ്രഷറടിച്ച് കൂരൻ ഊളിയിടുന്നത് പോലെ ഇങ്ങനെ ഊളിയിട്ട് ആകെ ആക്രോശിക്കാനും മാത്രം എന്താണ് നടന്നിട്ടുള്ളത്? അപ്പോൾ സുഹരി ഉസ്താദ് പോലെയുള്ള ഒരാളെ ഒരു ചാനലിലും ഇദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ 1-2 വീഡിയോസ് ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇവരെ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല? വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു, സത്യം ഞാൻ പറയുമ്പോ എന്റെ മാനസിക രോഗം വെച്ച് അവനെ 16 തന്തകി ജനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വേണു അവരോടൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഉമ്മൻചാണ്ടി അല്ല അവന്റെ തമാശകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്ന് പറഞ്ഞേക്കണം. എന്റെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നു പറയാൻ ഉമ്മൻചാണ്ടി കമന്ന് വീണാൽ കാൽപ്പണവും കൊണ്ട് എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. മറുവശത്ത് ലാഭം നോക്കി അല്ലാതെ പി സി ജോർജ് ഒന്നും ചെയ്യാറില്ല എന്നാണ് പൊതുവായിട്ടുള്ള ഒരു ആക്ഷേപം. പേരെന്താ? എൻ്റെ പേര് സുഭാഷ് ബോസ് എന്നാണ്. സുഭാഷ് ബോസ് അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യൻ എന്നെപ്പറ്റി ഇങ്ങനെ വൃത്തികേട് പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, അത് പൂഞ്ഞാറിൽ ഭൂരിപക്ഷം കൂടുന്നതിൽ വേറെ ഇപ്പോൾ ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ ആന്റണിക്കെതിരായി ഇദ്ദേഹം തോപ്പിക്കാനായിട്ട്, പാർലമെന്റ് തോപ്പിക്കാനായിട്ട് എല്ലാ പരിശ്രമവും പൂഞ്ഞാറിൽ നടത്തി. പൂഞ്ഞാറിൽ ആന്റണിക്ക് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു സംശയം കണക്കല്ലേ പറയണേ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അങ്ങനെ ഒരു കന്യാസ്ത്രീയോട് പെരുമാറിയിട്ടില്ല എന്ന് 100% ബഹുമാനപ്പെട്ട പി സി ജോർജ് MLA ഉറപ്പായി പറയുമ്പോൾ അതൊരു വളരെ ഗൗരവമുള്ള ഒരു പോയിന്റ് ആണത്. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ സ്ത്രീയോട് പെരുമാറാൻ കഴിയില്ല എന്ന് പി സി ജോർജ്, ബഹുമാനപ്പെട്ട പി സി ജോർജിന് എങ്ങനെ ഉറപ്പായി? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. അയാളോട് ഉത്തരം പറയുന്നത്, പക്ഷേ ഇതിന് ഉത്തരം പറയാൻ പോവാ. അയാളുടെ മൈക്ക് വെച്ച് അതിന് ഇവിടുന്ന് ഇറങ്ങിപ്പോകും. എങ്ങനെ ഇന്ത്യക്കാരനാവും? ഈ തെണ്ടികൾ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക്? എന്തിനു കിടക്കുന്നു? ഈ ചാനൽ ചർച്ചയൊന്നും താങ്കൾ കണ്ടിട്ടില്ലല്ലേ?
അപ്പോൾ ഇതിനിപ്പോൾ താങ്കൾ കണ്ടാലും കേട്ടാലും ഒന്നും താങ്കൾ ഇതിനെ സംബന്ധിച്ച് കാമ എന്ന അക്ഷരം മിണ്ടില്ല എന്ന പൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. കാരണം ഇതൊക്കെ മുസ്ലിം വിരുദ്ധതയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് താങ്കൾ ഇതൊക്കെ വളരെയേറെ സന്തോഷിച്ചു കാണും. ഏതായാലും റഹ്മാനായ റബ്ബ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അള്ളാഹു ഇതുപോലെയുള്ള കീടനാശിനികളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.